കോവിഡ് താണ്ഡവമാടിയ 2020 ഓഗസ്റ്റ് 7 രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് കരിപ്പൂരിൽ വിമാനാപകടമുണ്ടായത്. പറന്നിറങ്ങി റൺവേയിൽ നിന്ന് തെന്നി വീണ് പിളർന്ന വിമാനമാണ് 6 വർഷത്തിനു ശേഷം പല ഭാഗങ്ങളായി ഓങ്ങല്ലൂരിലെ കാരക്കാട് എത്തിയത്. അപകടത്തിൽപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ഭാഗങ്ങളാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ ലോറികളിൽ കാരക്കാടുള്ള സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രത്തിലെത്തിച്ചത്. ദുബായിൽ നിന്ന് 184 യാത്രക്കാരും 6 ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി സുരക്ഷാ മേഖലയും പിന്നിട്ട് 35 മീറ്ററോളം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. വിമാനം 3ആയി പിളർന്നു. പൈലറ്റ് ദീപക് വസന്ത് സാദി, സഹ പൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരും 19 യാത്രക്കാരും ഉൾപ്പെടെ 21 പേരാണ് അപകടത്തിൽ മരിച്ചത്. 150ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. കേസന്വേഷണത്തിന്റെ ഭാഗമായി വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ CISF ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരുന്നു. കൊണ്ടുപോകാത്ത കോക്പിറ്റ് ഉൾപ്പെടെയുള്ള ചില യന്ത്രഭാഗങ്ങളും ടയറുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണിപ്പോൾ ഓങ്ങല്ലൂരിലെ കാരക്കാട് എത്തിയത്. 2 മാസം മുൻപാണ് പ്രദേശത്തെ സ്ക്രാപ്പ് വ്യാപാരി ലേലത്തിലൂടെ വിമാനാവശിഷ്ടങ്ങൾ കൈവശപ്പെടുത്തിയത്. കോഴിക്കോട് നിന്ന് ലോറികളിൽ കൊണ്ടുവന്ന വിമാനത്തിന്റെ ഭാഗങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇറക്കിയത്. ഇവ പിന്നീട് സ്ക്രാപ്പാക്കി കയറ്റി അയക്കും. വിമാന ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ പ്രധാന സംഭവമായ കരിപ്പൂർ ദുരന്തത്തിൽ അകപ്പെട്ട വിമാനം കാണാൻ നിരവധി ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ചാനൽ ഓങ്ങല്ലൂർ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.